നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയുള്ള ഈ വൈകുന്നേരത്തിൽ മനോഹരമായ ഈ സ്ഥലത്തിലൂടെ ഞങ്ങൾ ഒരു യാത്രയിലാണ്. ഇത് സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള സമീപ പ്രദേശങ്ങൾ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് വൺ ഓഫ് മൈ സിസ്റ്ററായ ഷീബ റിനീഷും അവളുടെ മകൻ മോനോട്ടനുമാണ്. ഗ്രഹാതുരത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ വഴിയിലൂടെ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടനഗരമായ കോതമംഗലം നഗരത്തിലേക്കാണ്. വൈകുന്നേരമായതുകൊണ്ട് തന്നെ റോഡിൽ തിരക്ക് തുടങ്ങി. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയുന്ന വഴിയാണ് മൂന്നാറിനും ഇടുക്കിക്കും പോകുന്നത്, ലെഫ്റ്റിലേക്ക് കോതമംഗലം നഗരത്തിലേക്ക് പോകുന്നതും. പണ്ട് ഈ നഗരത്തിൽ 3 സിനിമാ തിയേറ്ററുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കസിൻസ് എല്ലാം വന്ന ഈ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നതും ആ സിനിമാ കഥകളെല്ലാം ഞങ്ങൾ പരസ്പരം പറയുന്നതുമൊക്കെ സംസാരിച്ചു കൊണ്ടാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. പണ്ടത്തെ ആ ഓർമ്മകളും ആ കഥകളുമെല്ലാം ഓർത്തുകൊണ്ട് തന്നെ ഇന്നും ഞങ്ങൾ ഒരു സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. നേരം വൈകുന്തോറും ടൗണിൽ ട്രാഫിക് ജാമും കൂടി. ഈ നഗരത്തിലെ ഈ ട്രാഫിക് ജാമിനെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്നത് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിയാണ്. അങ്ങോട്ട് ഞങ്ങളും തിരിഞ്ഞു. അങ്ങനെ തിയേറ്റർ കോമ്പൗണ്ടിലെത്തി. പണ്ടുണ്ടായിരുന്ന തിയേറ്റർ പൊളിച്ചതിന് ശേഷം പുതിയ തിയേറ്ററാണ് ഇവിടെ പണിതിരിക്കുന്നത്. ഈ കോമ്പൗണ്ടിൽ ധാരാളം വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ നല്ല തിരക്കായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പണ്ടത്തെ തിയേറ്റർ ഉണ്ടായിരുന്നപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതും മറ്റ് തിരക്കും ബഹളുമെല്ലാം ഇന്നും ഓർക്കുന്നു. ഇന്ന് കാലം മാറിയപ്പോൾ
ആ ടിക്കറ്റ് എടുക്കുന്നതെല്ലാം ഇന്ന് ഓൺലൈനിലൂടെയായി. അത് വളരെ സൗകര്യമാണ് താനും. അങ്ങനെ വേഗം തിയേറ്ററിനുള്ളിലേക്ക്. തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ ഇടയാകുന്നത്. കാരണം 2 ദിവസം മുമ്പ് ഈ സിനിമയെക്കുറിച്ച് ഇതിൻ്റെ ഡയറക്ടർ പറയുന്നതെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇവിടെ ഞാൻ ഏത് സിനിമയാണെന്നോ ഇതിൻ്റെ ഡയറക്ടർ ആരാണെന്നോ ഹീറോ ആരാണെന്നോ കഥയോ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സിനിമ കണ്ട് എൻ്റെ മുഖത്ത് വന്ന ഭാവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഇതാണ് തിയേറ്ററിനുള്ളിലെ. ഒരുപക്ഷെ ആളുകൾ നേരത്തെ ഇറങ്ങിപ്പോയതായിരിക്കാം ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ്. അതാണ് ഇങ്ങനെ കാണുന്നത്. എന്തായാലും ഞങ്ങൾ സാവധാനം പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും മഴ തുടങ്ങി. അങ്ങനെ മഴയിലൂടെയാണ് പിന്നീടുള്ള യാത്ര മുഴുവനും. അങ്ങനെ കോതമംഗലം ചെറിയ പള്ളിയുടെ സമീപത്തുകൂടി പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. മഴയായതുകൊണ്ട് പള്ളിയിൽ കയറാൻ പറ്റിയില്ല. ഈ രാത്രിയിലും ഈ മഴയത്തും പള്ളിയിലുള്ളിൽ ധാരാളം ആൾക്കാർ നിൽപ്പുണ്ട്. എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. പള്ളിയുടെ മുറ്റത്തുകൂടിയുള്ള റോഡിലൂടെ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങി. കോതമംഗലം ചെറിയ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന സമയമായതുകൊണ്ട് ടൗൺ ഇപ്പോഴും സജീവമാണ്. നല്ല മഴയുള്ള രാത്രിയിലെ ഡ്രൈവിങ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് രാത്രിയിലെ ഈ ഡ്രൈവിങ് ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്.
മഴ പെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡെല്ലാം വിജനമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു.